ഇവിടെ മഴ പെയ്തിട്ട് 2 മാസത്തോളമായി. മഴയെ മാത്രം ആശ്രയിച്ച് ചെയ്യുന്ന പച്ചക്കറി കൃഷി ഈ വർഷം നഷ്ടത്തിലാകുമെന്നാണ് കർഷകർ പറയുന്നത്. കൃഷി മാത്രം ഉപജീവനമാർഗമായി സ്വീകരിച്ചിരിക്കുന്ന ഈ ജനതയ്ക്ക് ഈ വർഷം നഷ്ടങ്ങളുടെ കണക്കായിരിക്കും പറയാനുണ്ടാവുക. സംസ്ഥാനത്തെ ശീതകാല പച്ചക്കറി ഉൽപാദനത്തിൽ 40% സംഭാവന ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ വട്ടവട, മറയൂർ, കാന്തല്ലൂർ പ്രദേശങ്ങളാണ്. എന്നാൽ ഈ വർഷം മഴ കുറഞ്ഞത് പച്ചക്കറി കൃഷിയെ ദോഷകരമായി ബാധിച്ചു. ശീതകാല പച്ചക്കറികളുടെ ഒട്ടുമിക്ക ഇനങ്ങളും കൃഷി ചെയ്യുന്ന ഈ പ്രദേശങ്ങളിൽ ഇത്തവണ വിളവ് കുറവാണെന്ന് കർഷകർ പറയുന്നു. ഞങ്ങൾക്ക് കുടിക്കുമ്പോൾ വെള്ളമില്ല. മഴ തന്നെ ഇല്ലാമ 20 സാക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് നശിപ്പിച്ച് പോയി. പിന്നെ ബീൻസ്, ബട്ടർ ബീൻസും മുരിങ്ങയും, ഒരു 10 പിടി മുരിങ്ങയും ഒരു 5 പിടി ബട്ടർ നട്ട് അത് നശിപ്പിച്ച് പോയി. അതിനാൽ ഞങ്ങൾക്ക് കുടിക്കുമ്പോൾ വെള്ളമില്ല സാർ. പ്രധാന വിളകളായ വെളുത്തുള്ളി, ഉരുളക്കിഴങ്ങ്, ക്യാബേജ്, ബീൻസ് എന്നിവയിൽ കനത്ത നഷ്ടമാണ് കർഷകർക്ക് നേരിടേണ്ടി വന്നത്. കൃഷിയിടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിളകൾക്ക് വേണ്ടത്ര വിലയും ലഭിക്കുന്നില്ല. ഇത്തവണയുടെ കൃഷിയുടെ അവസ്ഥ മഴയില്ല. 90% മഴയില്ല. അതാണ് വലിയ പ്രശ്നം. അതുകൊണ്ടാണ് കൃഷിയൊക്കെ ഉണങ്ങി നശിച്ചുപോയി. പിന്നെ വില കുറച്ചുണ്ടായിരുന്നു. ഇപ്പോൾ വിലയൊക്കെ ഇടിഞ്ഞു പോയി. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലെ വില ഉണ്ടായിരുന്നു 2 മാസത്തിന് മുമ്പ്, 1 മാസത്തിന് മുമ്പ്. വേണ്ടത്ര വലിപ്പമില്ലാത്ത വെളുത്തുള്ളിയും കീടങ്ങൾ കയറിയ ഉരുളക്കിഴങ്ങും നിറമില്ലാത്ത ക്യാരറ്റും കർഷകരുടെ പ്രതീക്ഷകൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തുന്നു. മറ്റു പ്രദേശങ്ങളിൽ മഴ പെയ്യുമ്പോഴും ഉണങ്ങി വരേണ്ട കൃഷിയിടങ്ങളിൽ അടുത്ത വിളവ് പോലും നഷ്ടത്തിലാകുമെന്ന ആശങ്കയിലാണ് കർഷകർ. എങ്കിലും കടുത്ത വരൾച്ചയ്ക്കിടയിലും മഴ ലഭിച്ചേക്കാമെന്ന പ്രതീക്ഷയിൽ കൃഷി തുടരുകയാണ് ഇവർ. ക്യാമറമാൻ ചന്ദ്രൻ ആരനാടിനൊപ്പം MK ശ്രീജിത്ത്, ഇന്ത്യ വിഷൻ, ഇടുക്കി.